നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും പോകുന്ന ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ചായ റോവറാണ്. അപ്പോൾ ഏകദേശം 1 വീക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നുണ്ട്. ബോക്സിന് പുറകിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 10,000 രൂപയാണ് ഇതിൻ്റെ വില കാര്യങ്ങൾ വരുന്നത്. പക്ഷേ നമ്മൾ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് 3000 രൂപയ്ക്ക് താഴെ ഈ ഒരു വാച്ച് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിൽ എന്തൊക്കെയാണുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കും യൂസർ മാനുവലും മറ്റുമാണ്. പിന്നീട് നമുക്ക് ഇതിനകത്തൊരു ചാർജർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചാർജർ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ വാച്ചുകൾ നമ്മൾ വാങ്ങുമ്പോൾ ഒരു സ്ട്രാഫാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ കൂടെ എക്സ്ട്രാ 2 സ്ട്രാഫ് കാര്യങ്ങൾ അവർ നൽകുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാഫ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ വാച്ചിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വാച്ചിൽ വരുന്നത് 1.3 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഹെൽത്ത് മോണിറ്ററിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാച്ച് വെച്ച് സാധിക്കുന്നതാണ്. അതുപോലെ IPS6 പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഉഗ്രൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സ്റ്റാഫും അടിപൊളിയാണ്. വെയിലത്തൊക്കെ പോയി ഉപയോഗിക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് വെയിലാണെങ്കിൽ കൂടെ നമുക്ക് ഡിസ്പ്ലേയിലെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. അതുപോലെ ടച്ച് ചെയ്യുമ്പോഴാണ് നല്ല രീതിക്ക് റെസ്പോൺസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇന്നിറങ്ങുന്ന സ്മാർട്ട് വാച്ചുകളിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാച്ചിൽ ലഭിക്കുന്നുണ്ട്. ഇതിലെ മെയിൻ ഫീച്ചേഴ്സായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ബ്ലൂടൂത്ത് കോളിംഗ് അടിപൊളിയാണ്. അതുപോലെ നമുക്ക് പല മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം അക്യുറേറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ വോയിസ് കമാൻഡ്, അതായത് നമ്മൾ വാച്ചിനോട് ജസ്റ്റ് പറഞ്ഞാൽ മതി, അതെല്ലാം വോയിസ് എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് തരുമ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, അതും അടിപൊളിയാണ്. പിന്നെ നമുക്ക് മെനു സ്റ്റൈലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4 സ്റ്റൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല. അടിപൊളി ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പം കുറച്ച് രീതിക്ക് ബാറ്ററി ഡ്രെയിൻ ആവുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ എന്നാലും ആ ഒരു ഫീച്ചർ അടിപൊളിയാണ്. അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ കാര്യങ്ങൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പാസ്വേഡിൻ്റെ ഒരു ഓപ്ഷനാണ്. അതായത് നമുക്കറിയാം ആപ്പിളിൻ്റെ വാച്ചിലൊക്കെ അവൈലബിൾ ആണ് പാസ്വേഡ്. നമുക്ക് വാച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാവുന്നൊരു ഫീച്ചർ, ആ ഒരു ഫീച്ചറും നമുക്ക് ഈ ഒരു വാച്ചിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാച്ചിനെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. ഫീമെയിൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ആപ്പിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിലൂടെയും അത് അറിയാനായിട്ട് സാധിക്കും. സോ അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ എത്രത്തോളം മികച്ച രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ SpO2 ആണെങ്കിലും അതുപോലെ ഹാർട്ട് റേറ്റ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ റിസൾട്ട് കാര്യങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ഫീമെയിൽ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മോണിറ്ററിങ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചുമ്മാ ചില ഡെസ്കിലൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റീഡ് ചെയ്യില്ല. കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ കയ്യിൽ പ്രോപ്പറായിട്ട് കെട്ടി ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ റീഡിങ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ ഈ ഒരു വാച്ച് നൽകുന്നുണ്ട് പറയാൻ സാധിക്കും. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ആപ്പിൻ്റെ കാര്യങ്ങളാണ്. ആപ്പിലും അത്യാവശ്യം ഒത്തിരി ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വാച്ച് ഫേസ് ഒക്കെ ഒരുപാട് ടൺ കണക്കിന് വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഫീമെയിൽ ഹെൽത്ത്, അതുപോലെ ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അവർ ആപ്പിൻ്റെ ഉള്ളിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വാച്ചുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. വാച്ച് ഫേസിൻ്റെ കാര്യം പറയാനില്ല, ഒരുപാട് വാച്ച് ഫേസുകൾ അവൈലബിൾ ആണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാച്ച് ഫേസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്ന ഒരു ഫീച്ചർ നമുക്ക് വരുന്നുണ്ട്. ആപ്പിളിലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ആൻഡ്രോയിഡിലും ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതുമായിട്ട് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് കാണിക്കാനുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്ത് ഉള്ള ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് എത്രത്തോളം മികച്ച രീതിയിലാണ് സൗണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഹലോ, കേൾക്കാമോ ഞാൻ പറയുന്നത്? ഓക്കെ.